ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, ചാവക്കാട്. 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ചാവക്കാട് എം.ആർ. രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായ യദു കൃഷ്ണന് നൽകുന്ന സ്നേഹഭവനത്തിന്റെ പ്രമാണ സമർപ്പണവും താക്കോൽദാനവും മന്ത്രി വി. അബ്ദുറഹിമാൻ നിർവഹിച്ചു. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികളെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. മെറിറ്റ് ഡേയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഉണ്ടായി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൌൺസിലർ MP പ്രമീള, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, സ്കൂൾ മാനേജർ MU ഉണ്ണികൃഷ്ണൻ, OSA രക്ഷാധികാരി CH റഷീദ്, VB സിന്ധു, ഷൈബി വത്സൻ, P ഷീജ, സുനീഷ് K തോമസ്, NV മധു, പ്രധാനാധ്യാപിക M സന്ധ്യ, പ്രിൻസിപ്പൽ MD ഷീബ, A അസ്ന എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിതമാർഗവും കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന യദു കൃഷ്ണന് ഗുരുവായൂർ MLA, നഗരസഭാ ചെയർപേഴ്സൺ, സ്കൂൾ മാനേജ്മെന്റ്, സ്റ്റാഫ്, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് വീടെന്ന സ്വപ്നം സാധ്യമാകുന്നത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.